ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസം നീണ്ട അവധികളായിരുന്നു അല്ലേ? അപ്പം എത്ര പേര് കൂടുതൽ ഫോക്കസ് ചെയ്തു, കൂടുതൽ പഠിച്ചു, കൂടുതൽ വീഡിയോകൾ കണ്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അവധി ദിവസങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉപദേശമല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഞാൻ മുഖം കാണിച്ചതിൻ്റെ പുറകിലത്തെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലത്തെ അവസ്ഥകൾ പഴയതിനേക്കാളും കുറച്ചുകൂടി സങ്കീർണമായിട്ട് പോകുന്നു എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. യുദ്ധം ഉടനെ എങ്ങും തീരുന്ന ഒരു ലക്ഷണം ഇതുവരെയായിട്ടും കാണുന്നില്ല. GCC രാജ്യങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയതിനേക്കാളും കാര്യങ്ങൾ വളരെ വേഴ്സ്റ്റായിട്ടാണ് പോകുന്നത്. ആക്രമണങ്ങളുടെ ഇൻറ്റൻസിറ്റി കൂടി വരികയാണ്. അപ്പം പണ്ട് വല്ലയിടത്തോട്ടും വന്നൊക്കെ ഡ്രോൺ വീഴത്തേ ഉള്ളായിരുന്നു. ഇപ്പം കൃത്യമായി ടാർഗറ്റ് സെറ്റ് ചെയ്ത് അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് സാധനം വന്ന് വീഴുന്നത്. അതിൻ്റെതായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വിലക്കയറ്റം കൂടുന്നു. ഇവിടുന്ന് ആൾക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. അപ്പം ഇതിനകത്തിൽ ഇപ്പം ഞാനെടുത്തേക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസ ജീവിതം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട്. ഞാൻ ആക്ച്വലി ഈ ആഴ്ച ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുറച്ച് തിരക്കിലായിപ്പോയി. പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ ആണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഉദ്ദേശം. ഇനിയും ഉള്ള ശിഷ്ടകാലം നാട്ടിലെങ്ങാനും വന്ന് സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ളതാണ് മനസ്സിൽ ഒരു പ്ലാൻ. പക്ഷേ ഇവിടുന്ന് ഇപ്പം തിരിച്ചങ്ങോട്ട് കയറി വരണമെങ്കിൽ തന്നെ ഒരു തലയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ടിക്കറ്റ് ചാർജാണ് ഇപ്പം നിലവിൽ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കഴിച്ചതിന് ശേഷം പരിപാടി മംഗളം പാടി അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റുകൾ എന്തായാലും പറയാം. കാരണം ഇനി അങ്ങോട്ട് ഗൾഫ് ഇവിടെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന കാര്യമൊക്കെ കുറച്ച് റിസ്ക്കാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. പേടിച്ചോടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറേ കാലം കൂടെ നീണ്ടു നിൽക്കും. ഇതിപ്പം യുദ്ധം ഇനിയിപ്പം അടുത്ത ആഴ്ചയൊക്കെ അവസാനിക്കുകയാണെങ്കിലും ഇതിൻ്റെ വരുംവരാഴികൾ കുറച്ച് നാളുകൂടെ ഇവിടെ തന്നെയൊക്കെ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ തിക്തഫലം പ്രവാസികൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം അതിനേക്കാൾ നല്ലത് മംഗളം പാടി അവസാനിപ്പിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, എന്തായാലും ഈശ്വരൻ എന്നിങ്ങനെ വിചാരിക്കുന്നു ആ രീതിയിൽ നടക്കട്ടെ. നമ്മുടെ പ്ലാനും പദ്ധതിയൊന്നും അല്ലല്ലോ, ദൈവം കൂടെ വിചാരിക്കണ്ടേ. അപ്പം വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റുകൾ ഞാൻ പറയാം. അപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇറാന് 48 hours ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് ട്രംപ്. ഓക്കെ, ആ ഡെഡ് ലൈൻ അൺഫോർച്ചുനേറ്റ്ലി തീരുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം ഒരു 10-40 മിനിറ്റിന് ശേഷമാണ്. നമ്മൾ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 10 മണിയാകുമ്പോഴത്തേക്കും ഇറാന് കൊടുത്ത ഡെഡ് ലൈൻ തീരാനുള്ള സാധ്യതയാണ്. അതാണ് കണക്കും പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനോട് എങ്ങനെ പ്രതികരിക്കും, ട്രംപ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അപ്പം ഞാൻ ഇവിടെ എന്തോ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല അല്ലേ. ഇന്ന് രാത്രിയിൽ ട്രംപ് എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ ഗതി. ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് യാതൊരു കുറവുമില്ല. ഓക്കെ, $110 മുകളിലാണ് നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ $100 മുകളിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് നിൽക്കുന്തോറും ഇൻഫ്ലേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് വിലക്കയറ്റത്തിന് വളരെയധികം ആക്കം കൂട്ടും. 100 രൂപയ്ക്ക് കൂടുതൽ ക്രൂഡിൻ്റെ വില നിലനിന്നാൽ അപ്പം അതൊരു വലിയ കൺസേണാണ്. നിലവിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഗ്യാലന്, അമേരിക്കയിലെ കാര്യം പറയുന്നത്, ഒരു ഗ്യാലന് $4 സ്ഥാനത്ത് ഇപ്പോൾ കാലിഫോർണിയയിലൊക്കെ $7 കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ന്യൂസുകളിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. $4 സ്ഥാനത്ത് $7 പിന്നെ ഗ്യാസിന് ഒരു ഗ്യാലന് പെട്രോളിൻ്റെ പ്രൈസ്. അപ്പോൾ ഇന്ത്യയിലെങ്ങും നിലവിൽ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിലും കൂടാത്തതിൻ്റെ കാരണം വെച്ചാൽ ഒന്ന്, ഇലക്ഷൻ നടക്കാൻ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില കൂട്ടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നയാരെയും മറ്റ് ഷെൽ കമ്പനികളൊക്കെ പ്രൈവറ്റ് കമ്പനികളൊക്കെ ഓൾറെഡി ഒരു പ്രൈസ് കൂട്ടി. അപ്പം ഇലക്ഷൻ എന്ന് തീരുന്നോ അന്നതിൻ്റെ പിറ്റേ ദിവസം മിക്കവാറും വില കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുവരെ സർക്കാർ ഇതിനെ പിടിച്ചു നിർത്തും. കാരണം അല്ലെങ്കിൽ അത് ഇലക്ഷന്
എതിരായിട്ട് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല വില കുറഞ്ഞ സമയത്തൊന്നും നമുക്ക് വില കുറച്ച് തന്നിട്ടില്ല. അപ്പോൾ വില കൂട്ടിയ സ്ഥാനത്ത് വില കൂട്ടി വാങ്ങിക്കാനും കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അത് രാഷ്ട്രീയ തലത്തിൽ വളരെ ചർച്ചയ്ക്ക് വഴിവെക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് വില ഉടനെ കൂട്ടത്തില്ല. എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായാലും കൂട്ടും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ പെട്രോളിന് പ്രൈസ് കൂട്ടുമ്പോൾ ഇന്ധന ചെലവുകൾ കൂടും, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് കൂടും, അതിനനുസരിച്ച് സാധനങ്ങളുടെ കോസ്റ്റ് കൂടും. അപ്പം അങ്ങനെ പല പ്രത്യാഘാതങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഡോളർ ആർബിട്രേജ്. ഞാനത് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിച്ചാണ്. ബാങ്കുകൾക്ക് ഡോളർ ആർബിട്രേജിനകത്തിലുള്ള ഫൈനൽ അവരുടെ കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഫൈനൽ ഡേ എന്ന് പറയുന്നത് April 10 ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ബലത്തിലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് മുകളിലോട്ട് പോയെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ നമ്മളതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ അടുത്ത ആഴ്ചയാണ് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ്. അതായത് ഈ തിങ്കളാഴ്ച RBIയുടെ മോണിറ്ററി പോളിസി ആരംഭിക്കും. ബുധനാഴ്ചയാണ് ഫൈനൽ ഔട്ട്കം വരുന്നത്. ബുധനാഴ്ച ആയിരിക്കും റേറ്റിനെ പറ്റിയുള്ള ഡിസിഷൻ വരുന്നത്. എന്തായാലും റേറ്റ് കട്ട് ചെയ്യാനുള്ള സാഹചര്യം നിലവിലത്തെ അവസ്ഥയിലില്ല. റേറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ ഈ അവസ്ഥ തന്നെ തുടരുകയോ ചെയ്യാനാണ് സാധ്യത വളരെ കൂടുതൽ. അനലിസ്റ്റുകൾ കൂടുതലും പറയുന്നത് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയില്ല, പോസ് ചെയ്ത് ഇതേ ലെവലിൽ തന്നെ നിർത്തും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അങ്ങനെ നിർത്തും, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻഫ്ലേഷൻ കൂടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ വെക്കത്തുള്ളൂ. അപ്പം എപ്പോഴും 4 എന്നൊരു നമ്പറിന് താഴെ നിർത്താനാണ് കഴിവതും RBI ശ്രമിക്കാറുള്ളത്. അപ്പം 4ൻ്റെ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ കൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ GCC ഒത്തിരി ഡാമേജസ് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്തായി തീരും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചാർട്ടിനകത്ത് നമ്മൾ നോക്കും. ചാർട്ടിലോട്ട് ഞാൻ കാണിക്കാം. ചാർട്ടിനകത്തോട്ട് വരുമ്പം മന്ത്ലി ചാർട്ടിനകത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഗതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വേറെ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യം വരുന്നില്ല. നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ട് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. കാരണം വേറെ ഒന്നും നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കില്ല. കാരണം നമ്മൾ എന്ത് സംസാരിച്ചാലും ഇന്ന് രാത്രിയിൽ ട്രംപ് എന്ത് പറയുന്നു അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പ്രവർത്തി. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് യാതൊരു അർത്ഥവും ഇല്ലാതായി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാർട്ടിലോട്ടൊന്ന് വരാം. എന്താ സംഭവിച്ചത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ചാർട്ടിൻ്റെ കഥ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും എല്ലാം തലയ്ക്കൊത്തി താഴോട്ട് വീണപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം മുകളിലോട്ട് പോയി. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീംസ് പറയുന്നു ഈ പറയുന്ന ഡോളർ ആർബിട്രേജിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് ബാങ്കുകൾ അത് സ്ക്വയർ ഓഫ് ചെയ്തുകൊണ്ടാണ് ഷോർട്ട് കവറിങ് ഉണ്ടായി, അങ്ങനെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയതെന്ന് ഒരു കൂട്ടർ പറയുന്നു അല്ല, പർപ്പസ്ഫുള്ളി മുകളിലോട്ട് കൊണ്ടുപോയതാണ്, അങ്ങനെ ഷോർട്ട് കവറിങ് മൂലം മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്ന് പറയുന്നു. എന്തായാലും ഇതിൻ്റെ ഉള്ളുകളികൾ നമുക്കറിയത്തില്ല. വലിയ ടീംസുകൾ കളിക്കുന്നു, അതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കുന്നു. എന്തായാലും എല്ലാവരുടെയും മാർക്കറ്റ് പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിൻ്റെ പ്രതീക്ഷയ്ക്ക് വളരെ വിരുദ്ധമായിട്ടാണ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പ്രയാണം ചെയ്തത്. അപ്പോൾ നമുക്കറിയത്തില്ല ഇനിയും അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇന്ന് രാത്രിയിൽ ട്രംപ് എന്ത് പറയുന്നു, അല്ല നാളെ രാവിലെ 10 മണിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ചലനം. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീക്കിലി ചാർട്ടിനകത്തിൽ 45 മിനിറ്റ്സിൻ്റെ ഒരു ചാർട്ടിൻ്റെ കഥ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഈ 45 മിനിറ്റ്സിൻ്റെ ചാർട്ടിലെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇവിടെ വന്ന് തട്ടി താഴെ വീണു, വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയി, വീണ്ടും ഇവിടെ വന്നു, ഇവിടുന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റേക്കാണ് ഇല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ഒന്നുകൂടെ നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഈ ലൈൻ കൂടെ കോപ്പി ചെയ്ത് നമുക്ക് വെച്ച് നോക്കാം. ഈ ലൈന് ഒന്നുകൂടെ കോപ്പി ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കിക്കുക, വീണ്ടും കൃത്യമായിട്ട് ഇതേ പോയിന്റിലാണ് മാർക്കറ്റ് വന്ന് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഒന്നുകിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഗ്യാപ് ഡൗൺ ആണ്, താഴോട്ടുള്ള ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവൽ 22,470 എന്ന് പറഞ്ഞ ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ നമുക്ക് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ട്രെൻഡ് ലൈനിലോട്ട് വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് പൊട്ടുവാണെങ്കിൽ പിന്നെ ബാക്കി കാര്യം നമുക്ക് അന്നേരം തീരുമാനിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ. 45 മിനിറ്റ്സിൻ്റെ ടൈം ലൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം കൃത്യമായിട്ട് ഇതേ പോയിന്റിൽ തന്നെ വന്ന് ഇവിടെ മാർക്കറ്റ്
റെസ്പെക്റ്റ് ചെയ്തു. ഇതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നാളെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഇനി മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ 22,400 ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു മനസ്സിലൊരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വേറൊരു കാര്യം കാണാം. നമുക്ക് ഈ ചാർട്ടിനെ മന്ത്ലിയിലോട്ടൊന്ന് മാറ്റി നോക്കാം. മന്ത്ലിയിലോട്ട് നമ്മൾ മാറ്റി നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ പല പ്രാവശ്യമായിട്ട് മാർക്കറ്റ് വലിയ റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് നോക്കി, ഇതൊരു വലിയ റിജക്ഷനാണ്. ആ മാസം ഉണ്ടായ വലിയൊരു റിജക്ഷനാണ്. ഇത് 2024 ഉണ്ടായ റിജക്ഷനാണ്. ഇതുണ്ടായത് 2025 ഏപ്രിലുണ്ടായ റിജക്ഷനാണ്. ഇത് 2024 ജൂണിലുണ്ടായ റിജക്ഷനാണ്. ഇപ്പം അതേ ഒരു സിനാരിയാണ്. ഇവിടെ റിജക്ഷൻ ഉണ്ടായില്ല, നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് എങ്ങനെ, ഞാനിപ്പോൾ ഈ കാണിച്ച സംഭവമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് വരച്ച് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നമ്മളിങ്ങനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കിക്കേ, ഇത് മന്ത്ലി ചാർട്ടായി കാണുന്നത്. ഈ മന്ത്ലി ചാർട്ടിനകത്തിൽ ഇതാ 1, 2, 3, 4ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു റിജക്ഷൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം കൃത്യമായിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി ബേസിലെ ക്യാൻഡിലാണ് ഞാനീ പറയുന്നത്. ഇത് ചരിത്രം ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ചരിത്രം ആവർത്തിച്ചാൽ ചരിത്രം പല പ്രാവശ്യം ഇവിടെ വന്ന് ആവർത്തിച്ചിട്ടുണ്ട്. 1ാമത്തെ പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് വന്ന് തട്ടി തിരിച്ചു പോയി. 2ാമത്തെ പ്രാവശ്യം വീണ്ടും ഇവിടെ വന്ന് തിരിച്ച് മാർക്കറ്റ് തിരിച്ചു പോയി. 3ാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് പോയി. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ 4ാമത്തെ പ്രാവശ്യം ഇവിടുന്ന് ഒരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാർക്കറ്റ് തീരാൻ ബാക്കി 10-20 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. ഈ മാസത്തെ ക്യാൻഡിൽ നിഫ്റ്റിയുടെ തലവര തന്നെ തീരുമാനിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ മാസം. അതുകൊണ്ടാണ് ഞാൻ വീക്കിലി അനാലിസിസിൽ എഴുതിയത് ഈ ആഴ്ച വളരെ നിർണായകമാണ് എന്ന് ഞാൻ എഴുതാൻ കാര്യം അതാണ്. അപ്പോൾ മാർക്കറ്റ് ഈ പറയുന്ന പോലെ തന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. ഇതൊരു ഫുൾ റെഡ് ക്യാൻഡിലായിരുന്നു ഇല്ലേ? അതിന് ശേഷം ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് പോയാണ് ഇത് ഗ്രീനായിട്ട് ക്ലോസ് ചെയ്തത്. ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ ഇത് ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. അതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോയി ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തത്. അതായത് മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് ഇല്ലേ? ഇവിടെയാണ് മറ്റേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഈ മന്ത്ലി നോക്കുകയാണെങ്കിൽ മന്ത്ലിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഏരിയയിലാണ്. ഇതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് പോയി. അപ്പോൾ ഇത് ഫുള്ള് റെഡ് ക്യാൻഡിലായിരുന്നു. അതിന് ശേഷമാണ് ഇത് മോളിൽ പോയത്. അതുപോലെയാണ് ഈ മാസവും മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇതിന് ശേഷം ഇവിടെ വരെ താഴെ പോയത് ഫുൾ റെഡ് ക്യാൻഡിലായിരുന്നു. ഈ റെഡ് ക്യാൻഡിലിന് ശേഷമാണ് ഇത് റിജക്ഷനായി ഇത് ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. മാർക്കറ്റ് ഈ മാസം ഓപ്പൺ ചെയ്തത് ഇതാ ഈ ഏരിയയിലാണ്. ഏകദേശം 22,650 റേഞ്ചിലാണ് മാർക്കറ്റ്, 22,700 റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. എവിടെ? ഈ മാസം. അതിനുശേഷം മാർക്കറ്റിൽ നിന്ന് താഴോട്ട് വന്ന് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. മാർക്കറ്റ് ഈ പ്രാവശ്യം ഓപ്പൺ ചെയ്ത് ഇതാണ് ഓപ്പണിങ്. 22,900 റേഞ്ചിലാണ് മാർക്കറ്റ് ഈ മാസം ഓപ്പൺ ചെയ്ത് 900. ആ 900 അവിടെ നിന്ന് മാർക്കറ്റ് നേരെ താഴോട്ട് വരുവാണ്. അതുകൊണ്ടാണ് റെഡ് ക്യാൻഡിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ 900 മോളിൽ പോയെങ്കിൽ അത് ഗ്രീൻ ആകത്തുള്ളൂ ഈ ക്യാൻഡിൽ. മനസ്സിലായില്ലേ? അപ്പം ഇതേ ചരിത്രം ഇവിടെയും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം അവസാനിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോണം. ഈ മാസം അവസാനം നമുക്കിത് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തെളിയും. ഓക്കെ, ഈ മാസം അവസാനമാകുമ്പോൾ ഈ ക്യാൻഡിൽ എന്തായി തീരും എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതുപോലെ തന്നെ ഗ്രീനായിട്ട് പരിണമിക്കുമോ അതോ ഇതുപോലെ റെഡായിട്ട് പരിണമിച്ച് ഇതിൻ്റെ താഴെ ക്ലോസിങ് കിട്ടുമോ നോക്കുക. ഏതെങ്കിലും കാരണവശാൽ ഈ മാസം ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ക്ലോസിങ് കിട്ടുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് പേടിക്കണം. മാർക്കറ്റ് ഒരു ബെയറിഷ് ടെറിട്ടറിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പറഞ്ഞു മനസ്സിലായോ? ഈ മന്ത്ലി ട്രെൻഡ് ലൈനിൻ്റെ താഴെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് ടെറിട്ടറിയിലോട്ട് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ മാർക്കറ്റ്. ഈ ഒരു
ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ, ഈ ലൈനിൻ്റെ മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വേറെ നമുക്കിവിടെ ഒന്നും സംസാരിക്കാനില്ല. അതിനുശേഷം ഈ മാസം ഈ ക്യാൻഡിലിൻ്റെ ഗതി എങ്ങനെയാണ് എന്ന് നോക്കിയതിന് ശേഷം ആയിരിക്കും അടുത്ത പെർഫോമൻസ്. കാരണം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഈ ലൈനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് മുകളോട്ട് മൂവ് ചെയ്തായിട്ടാണ് നമ്മൾ കാണുന്നത്, ഇല്ലേ? ഇവിടെ മാർക്കറ്റ് ഇതിനെ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം 21,000 ശേഷം മാർക്കറ്റ് 23,000 വരെ 2,000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നടത്തി, ഇല്ലേ? ഇവിടെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം 21,250 നിന്ന് മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ചു, 26,256 വരെ പോയി. ഈ 4,000 പോയിൻറ്റിൻ്റെ 5,000 പോയിൻറ്റിൻ്റെ റാലിയാണ് ഇവിടുന്ന് നടത്തിയത്. ഇതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെയും ഇതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ട് 21,750. അതിനുശേഷം മാർക്കറ്റ് ഹൈ പോയത് 25, ഇവിടെയും പോയി ഒരു 4,000-4,500 പോയിൻറ്റിൻ്റെ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഈ ആവർത്തനങ്ങൾ, ഈ ചരിത്രം ഇവിടെയും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയോ അല്ലെ റീസെൻറ്റ് ഹൈ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയോ വളരെ കൂടുതലാണ് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായം, ഓക്കെ? അത് തെറ്റാകാം, ശരിയാകാം. എങ്കിലും ആസ് പെർ ചാർട്ട് അനാലിസിസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളതും പ്രീവിയസ് ചരിത്രം വെച്ച് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്ലി ക്യാൻഡിൽ, ഈ മാസത്തെ ഈ മന്ത്ലി ക്യാൻഡിൽ വളരെ നിർണായകമായിട്ട് മാർക്കറ്റിൻ്റെ ഗതിയെ നിശ്ചയിക്കുന്ന ഘടകമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ മാസത്തെ ഈ മന്ത്ലി ക്യാൻഡിലിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് വാച്ച് ചെയ്യുക. ഈ മാസം അവസാനം നമുക്ക് ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാം, ഓക്കെ? അപ്പോൾ ആ കാര്യം ഞാനതവിടെ അവസാനിപ്പിക്കുകയാണ്, ഓക്കെ? അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ മാർക്കറ്റ് സംഭവിക്കുക എന്നുള്ളത് എനിക്കൊന്നും പറയാനില്ല. കാരണം നാളെ മാർക്കറ്റ് നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഏകദേശം 150-200 പോയിൻറ്റിനടുത്താണ്. അതായത് ക്ലോസിങ് ഇത് കാണുന്നത് തെറ്റാണ്, ഇതിനകത്ത് കാണുന്ന നമ്പർ തെറ്റാണ്. മാർക്കറ്റിൽ അവസാനം ക്ലോസ് ചെയ്ത് വലിയൊരു ബെയറിഷ് ക്യാൻഡിലോടാണ് ക്ലോസ് ചെയ്തത്. 22,540 ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 22,540 നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നിലവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 22,713. ഓക്കെ, ഈ 22,713 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ ഏകദേശം 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പായിരുന്നു മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 22,713 മൈനസ് 22,600 കൂട്ടിക്കോ. അപ്പോൾ 22,600 നിന്നും മാർക്കറ്റ് നിലവിൽ ഇപ്പം 22,540 നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് നമുക്ക് നിലവിലത്തെ അവസ്ഥ വെച്ച്. അപ്പോൾ 540, 200, 740, 540, 200, 740. ഓക്കെ, ഏകദേശം ഒരു 150 മുതൽ 200 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് നമ്മൾ നിലവിലത്തെ അവസ്ഥയിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് രാത്രിയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഗ്യാപ്പ് അപ്പോടുകൂടെ ആയിരിക്കും ചിലപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്, ഗ്യാപ്പ് ഡൗണാണോ ഓപ്പൺ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ നമുക്കിതെല്ലാം പറയാവുന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പം വെള്ളത്തിൽ വരച്ച വര പോലെ ആകും ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലും. കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോ നിമിഷവും മാർക്കറ്റ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിനകത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നിലവിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. 110 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. നമുക്കല്ലാതെ വേറെ യാതൊരു കാര്യങ്ങളും നിലവിൽ പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 4,500-4,000 പോയിൻറ്റിനടുത്ത് ഏകദേശം നിഫ്റ്റി ഇപ്പം കറക്റ്റ് ചെയ്തു റീസെൻറ്റ് ഹൈയിൽ നിന്നും. ഓക്കെ, അപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ് മന്ത്ലി ചാർട്ട് വെച്ച് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം 10,000 പോയിൻറ്റ് റീസെൻറ്റ് ഹൈയിൽ നിന്നും ഏകദേശം 10,000 പോയിൻറ്റിനടുത്ത് വീണിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വളരെ നിർണായകമാണ്. അടുത്ത ദിവസങ്ങളിൽ ഇനി റിസൾട്ടുകൾ വരാൻ പോവാണ്. ഇയർലി റിസൾട്ടുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം അത് ഇനി മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കും, എല്ലാം വളരെയധികം കലുഷിതമായിരിക്കും എന്തായാലും ഈ മാസം, ഏപ്രിൽ മാസം എന്ന് പറയുന്നത്.
എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ കീനായിട്ട് നിഫ്റ്റി വാച്ച് ചെയ്യുക, എന്താണ് ആക്ഷൻസ്, ഗ്ലോബൽ ന്യൂസുകൾ വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് മാത്രമേ മാർക്കറ്റ് പ്രതികരിക്കത്തുള്ളൂ. അപ്പോൾ അല്ലാതെ വേറെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ എന്തായാലും രാവിലെ എന്തെങ്കിലും അസാധാരണമായ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ രാവിലെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരോടും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.